അസ്സലാമു അലൈക്കും. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ, വളരെ കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ അതിന് അവിടെ നിന്നിട്ട് കുളിച്ച് ഉടുപ്പൊക്കെ മാറ്റി ക്ലിപ്പൊക്കെ വെച്ചിട്ട് നിന്ന് കാണിച്ചതൊക്കെയാണ്. പിന്നെ അതേ പുറത്തിറങ്ങി നഖം വെട്ടാൻ നിന്നതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ സ്കൂട്ടറിൻ്റെ അടിയിൽ അപ്പിയിടുന്നു പറഞ്ഞിട്ട് കാണിക്കുകയാണ്. ഇനി അതിൻ്റെ ഡാൻസാണ്. ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് ഞാൻ ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഡാൻസ് കളിക്കണില്ല. അപ്പോൾ ഞാൻ ക്യാമറ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയതാണ്. അത് കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് ഇങ്ങനെ കേക്കാണെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ വന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി നിന്ന് ഞാൻ ഓട്ടോയിൽ വന്ന് നമ്മുടെ വീട് ഇങ്ങനെയാണ്. ഇവിടെ അത് അപ്പുറത്തൊരു വീട്, നേരെ ഒരു വീട്, ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങളുടെ വീട്. ഒരു മുറ്റത്ത് ഇങ്ങനെ 3 വീടാണ്. ഓട്ടോ കാറൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരും. ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ അധികം ഉള്ളിലേക്കൊന്നുമില്ല. ഇവിടുന്ന് ഇത്തിരി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ബസ് സ്റ്റോപ്പാണ് പെരുമ്പടപ്പ്. ഞാൻ ഓടി വരുന്നുണ്ട് സ്കൂൾ വിട്ടിട്ട്. അങ്ങനെ അതേ അകത്ത് കയറി. അപ്പോഴത്തേക്കും അന്ന് മോളൊരു കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു, ഉടുപ്പൊക്കെ തയ്ച്ചത്. അങ്ങനെ കൊറിയർ വന്ന് ആനു സ്കൂൾ ഉച്ച വരെയുള്ളൂ വന്നതാണ്. അപ്പോൾ മോളയച്ച കൊറിയർ വന്നിട്ടുണ്ട്. അത് തുറന്നു നോക്കാൻ വേണ്ടി പോയാണ്. എന്തെങ്കിലും ഇങ്ങനെ പാർസൽ വരുമ്പോൾ അതിനും ഭയങ്കര ഇൻട്രസ്റ്റാണ് തുറക്കാനായിട്ട്. കത്രിക എടുക്കൽ. പിന്നെ അതിന് കത്രിക കൊണ്ടുവന്ന് കൊടുത്ത് ആനു മുറിച്ചിട്ട് ശരിയാവണില്ല. ഇപ്പം ഞാൻ തന്നെ മേടിച്ചത് പൊട്ടിക്കും, കവർ പൊട്ടിക്കും. എന്താണെന്ന് വെച്ചാൽ കത്രിക തുണിയിൽ തുണി കീറിപ്പോവുമല്ലോ കൊച്ചറിയാതെ ചെയ്താൽ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ തുറക്കാമെന്ന് പറഞ്ഞ് മേടിച്ചത് തുറക്കണേ. നെയ്റ്റിയൊക്കെയാണ് കേട്ടോ, നെയ്റ്റിയൊക്കെ തയ്ച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മോള് ഉടുപ്പൊക്കെ തയ്ക്കും, അതിൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി ഇടാനൊക്കെ പോകും, മൈലാഞ്ചി ഇട്ട് കൊടുക്കില്ലായിരിക്കും, കൊല്ലത്താണ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനോർത്തപ്പോൾ കൊടുത്തു വിട്ട നെയ്റ്റി എല്ലാവരും കാണിക്കാം. ഇത് തുണിയാണ് കേട്ടോ. അത് ഇളയ മോൾക്ക് വേണമെന്നും പറഞ്ഞിട്ട് മൂത്ത മോള് കൊടുത്തു വിട്ടതാണ് തുണി. അത് ഇളയ മോളും തയ്ക്കും. അപ്പോൾ തയ്ച്ചോളാമെന്നും പറഞ്ഞിട്ട് തുണിയായിട്ട് കൊടുത്തു വിട്ടതാണ്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് നെയ്റ്റി തയ്ച്ചതൊക്കെയാണ്. ഇത് ഉമ്മാക്ക് നെയ്റ്റി. ഇത് മോളിലിങ്ങനെ ചുരുക്ക് വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ തയ്ച്ചേക്കണത്. 3 എണ്ണം ഉണ്ട്. സാധാരണ ചുരുക്ക് ഇങ്ങനെ വന്നത് നെഞ്ചിൻ്റെ അവിടെ ആയിട്ടാണ്. പക്ഷേ ഇത് അതിനേക്കാൾ കുറച്ചും കൂടെ മുകളിൽ കഴുത്തിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ ചുരുക്ക് വന്നിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട്. ഇട്ടും കാണിച്ചു തരണേ. കുട്ടികൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് നെയ്റ്റിയാണ്. ആ ചുരുക്ക് കണ്ട മുകളിലാണ് വന്നേക്കണം, കഴുത്തിൻ്റെ അവിടെ നിന്ന് കഴുത്തിനും കട്ടി ഇത്തിരി താന്ന്. ഇത് ഞാൻ സാധാരണ ഇടണ ഉടുപ്പ് ഗൗണ്. ഇതാണ് ഒരു നെയ്റ്റി. ഇത് 2ാമത്തെ നെയ്റ്റി. 3ാമത്തെ നെയ്റ്റി. നല്ല രസമുണ്ട്. ഇത് സാധാരണ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി എല്ലാം കറക്റ്റായിരുന്നു. എനിക്ക് ആ കൈ നോക്കിയപ്പോൾ ചെറുതുപോലെ തോന്നി. അപ്പോൾ അത് ഞാൻ ഒന്ന് ഇട്ട് നോക്കിയാണ്. അത് ഞാൻ ഇട്ട് നോക്കി ഫോട്ടോ ആനാണ് എടുത്തത്. അതിനപ്പോൾ അതിനും കൂടെ എൻ്റെ ഉടുപ്പെടുത്തിട്ടിട്ട് ഡാൻസ് കളിക്കണതാണ്. പിന്നെ അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞാൻ വെള്ളം കുടിക്കണം. വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അവരൊന്ന് പുറത്ത് പോകണേണ് കേട്ടോ. പുറത്ത് പോകാനായിട്ട് അവർ ഒരുങ്ങി വന്ന് പോകണേണ്. വീഡിയോ എടുക്കണോണ്ടപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നൊക്കെ ഡാൻസ് കളിക്കണം. അതിൻ്റെ ഈ ഡ്രസ്സാണ് ഇട്ടത്. അതിന് നല്ല ഉടുപ്പൊക്കെ ഇട്ട് വരുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് തരും. ചില സമയത്ത് ഓടിക്കളയും വിളിക്കുമ്പോൾ. അത് അവർ പുറത്ത് പോകണേണ്. അങ്ങനെ ഇത് പിറ്റേന്നത്തെയാണ് കേട്ടോ കാണിക്കണത്. പിന്നെ ഞാനൊരു പുഡിങ് ഉണ്ടാക്കിയതാണ് കാണിക്കണത്, ബിസ്ക്കറ്റ് പുഡിങ്. അത് അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കട്ടൻ ചായയിലോ കട്ടൻ കാപ്പിയിലോ നേരെ ചൂടിൽ ബിസ്ക്കറ്റ് ഇങ്ങനെ നനച്ച് വെക്കണേണ്. ഏത് ബിസ്ക്കറ്റായാലും മതി, കുഴപ്പമില്ല. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ആരോ റൂട്ടായാലും. ഇത് ഹോർലിക്സ് ബിസ്ക്കറ്റാണ്. പിന്നെ ബോർബോണിൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കട്ടൻ ചായയിൽ മുക്കി വെച്ച് ഇത് പാലിൽ
ഒരു 1/2 ലിറ്റർ പാലിൽ കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് പിന്നെ 1/2 സ്പൂൺ കോൺഫ്ലോർ കലക്കിയിട്ട് അതിലിട്ടപ്പോഴാണ് ഇങ്ങനെ കട്ടിയായത്. അതിട്ട് കൊടുക്കണതാണ്. ഇത്തിരി നല്ലപോലെ ആറിയതിന് ശേഷമാണ് കേട്ടോ ഇടേണ്ടത്. ഇതിപ്പോൾ ഇത്തിരി ചൂടുണ്ട്, ഞാനതങ്ങോട്ട് ഇട്ടതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും അപ്പോൾ കുറച്ച് എടുത്താണ് ഇടണത്. അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് നിരത്തി അതിൻ്റെ മുകളിൽ വീണ്ടും ഇത് ഒഴിച്ചു കൊടുക്കണം. ആ പാല്, കോൺഫ്ലോർ കലക്കിയ പാല് കാച്ചിയത്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണം 1 മണിക്കൂർ. ഇത് ഫ്രിഡ്ജിൽ വെച്ചെങ്കിലും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിറ്റേന്നൊന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ കയറി. അവിടുന്ന് കുറച്ച് നാരങ്ങയൊക്കെ അവർ പറിച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. ഈ നാരങ്ങൻ്റെ മരവും വീടും നാരങ്ങ തൂങ്ങിക്കിടക്കണതൊക്കെ. അപ്പോൾ ഇപ്പോൾ നാരങ്ങയൊക്കെ കുറഞ്ഞ്. അപ്പോൾ 1-2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പറിച്ചു തന്നെയാണ് കസിൻ സിസ്റ്ററാണത്. ഇത് നല്ല എന്ന് വെച്ചാൽ നമ്മൾ പഴുത്ത നാരങ്ങ കലക്കണേക്കാളും നല്ല ടേസ്റ്റാണ് ഈ പച്ച നാരങ്ങ കലക്കണത്. ഇച്ചിരി ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നാരങ്ങ കലക്കണത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കൊണ്ടുവന്നിട്ട് അച്ചാറുണ്ടാക്കലുണ്ട്. അച്ചാറിൻ്റെ ഒന്ന് വാട്ടിയിട്ട് അച്ചാറുണ്ടാക്കലുണ്ട്. പച്ചയായാലും പഴുത്തതായാലും നല്ലതാണ്. നല്ല വീട്ടിൽ വളരണതാണല്ലോ, മായമൊന്നുമില്ലാത്ത. അപ്പോൾ അതെ ഇത്രയും നാരങ്ങ പറിച്ച് അങ്ങനെ അതൊക്കെ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതും പറയില്ല, ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയണതാണ്. അസ്സലാമു അലൈക്കും.